എല്ലാവർക്കും നമസ്കാരം. നിർണായകമായ ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ നാളെ വരാനിരിക്കുകയാണ്. എല്ലാ സ്ഥാനാർത്ഥികളും നെഞ്ചിടിപ്പോടെ ഫലം എന്താകുമെന്ന ആകാംക്ഷയിലുമാണ്. അതേസമയം സ്ഥാനാർത്ഥികളെക്കാൾ നെഞ്ചിടിപ്പിലാണ് സംസ്ഥാനത്തെ ചില ഉന്നത രാഷ്ട്രീയ നേതാക്കൾ. കാരണം നാളത്തെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ അത് അവരുടെ രാഷ്ട്രീയ ഭാവിയെ കൂടി ബാധിക്കുന്ന വിധത്തിലാകും കാര്യങ്ങൾ മാറ്റിമറിക്കുക. ഓരോ രാഷ്ട്രീയ പാർട്ടിയിലും വ്യത്യസ്തമാണ് കാര്യങ്ങൾ. നിലവിൽ 3 സീറ്റുകളിൽ 2 കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റും ഒരിടത്ത് CPMന്റെ സീറ്റുകളുമാണ്. ഇതിൽ കോൺഗ്രസും CPMും അവരവരുടെ സീറ്റുകളിൽ വിജയിച്ചു കയറിയാൽ അത് നിലവിലെ ശാക്തിക രാഷ്ട്രീയ ചേരിയെ അതേ വിധത്തിൽ മുന്നോട്ട് പോകുന്നെന്ന പ്രതീതിക്ക് ഇടയാക്കും. മറിച്ച് BJP അക്കൗണ്ട് തുറക്കുന്ന അവസ്ഥ ഉണ്ടായാൽ അത് സംസ്ഥാന രാഷ്ട്രീയത്തെ തന്നെ മാറ്റിമറിക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങൾക്കാകും വഴിവെക്കുക. അതുകൊണ്ട് തന്നെ BJPയിലെയും കോൺഗ്രസിലെയും CPMിലെയും നേതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർ മുൻതൂക്കം നൽകുന്ന മണ്ഡലങ്ങളിൽ വിജയം അനിവാര്യമായ അവസ്ഥയിലാണ്. വയനാട് ലോക്സഭ, പാലക്കാട്, ചേലക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങളെ രാഷ്ട്രീയ കേരളം ഏറെ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങുന്ന സർക്കാരിനും LDFന് മികച്ച പ്രകടനം നടത്തേണ്ടത് അനിവാര്യമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞെട്ടിക്കുന്ന തോൽവിയാണ് LDF നേടിയത്. ഭരണവിരുദ്ധ വികാരം സർക്കാരിനെതിരെ ആഞ്ഞടിക്കുന്നതാണ് അവിടെ കണ്ടത്. ന്യൂനപക്ഷ വോട്ടുകളെല്ലാം കൂട്ടത്തോടെ ഇടതുമുന്നണിയെ കൈവിട്ടു. ഇതോടെ രാഷ്ട്രീയ നയം തന്നെ മാറ്റേണ്ടി വന്ന അവസ്ഥയിലേക്കാണ് CPM ഒടുക്കം എത്തിച്ചേർന്നത്. ഇതുകൊണ്ട് തന്നെ പാർട്ടിയുടെയും ഭരണത്തിന്റെയും പ്രതിച്ഛായ ഏറ്റവും മോശമായി നിൽക്കുന്ന വേളയിൽ ചേലക്കരയിൽ ഉജ്ജ്വല വിജയം CPMന് അനിവാര്യമായി മാറുകയാണ്. ചേലക്കര വിജയം നേടുകയും പാലക്കാട് 2ാം സ്ഥാനത്തേക്ക് പാർട്ടി എത്തുകയും ചെയ്താൽ അത് പിണറായി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമായി മാറും. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കി തന്ത്രങ്ങളുമായി മുന്നോട്ട് പോകാൻ CPMന് സാധിക്കുകയും ചെയ്യും. ഭരണവിരുദ്ധ വികാരമില്ലെന്ന് സ്ഥാപിക്കാൻ ഇതിലൂടെ സർക്കാരിന് സാധിക്കും. അതേസമയം ഫലം മറിച്ചാണെങ്കിൽ ചേലക്കരയിൽ തോൽവി നേരിടേണ്ടി വന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനം ഉയരുമെന്നുറപ്പാണ്. നേതൃമാറ്റം ആവശ്യം പോലും ഉയർന്നാൽ അത്ഭുതപ്പെടാനില്ല. പാർട്ടി സമ്മേളനങ്ങളിൽ പിണറായി വിചാരണ ചെയ്യപ്പെടുന്ന സാഹചര്യവും ഉണ്ടായേക്കാം. ഇടക്കാലത്ത് പാർട്ടിയിൽ തലപൊക്കിയ നേതൃത്വത്തിനെതിരായ നീക്കങ്ങൾക്ക് സജീവമാകാനും സാധ്യതയുമുണ്ട്. മറുകണ്ഠം ചാടിയെത്തിയ സരിനെ സ്ഥാനാർത്ഥിയാക്കിയതും പ്രചരണ തന്ത്രങ്ങളുമെല്ലാം വിമർശിക്കപ്പെട്ടേക്കാം. രാധാകൃഷ്ണനെ MP ഒതുക്കിയെന്ന വികാരം കൂടുതൽ ശക്തിപ്പെടുമെന്നും ഉറപ്പുള്ള കാര്യമാണ്. മറുവശത്ത് UDFനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം. നിലവിൽ പാർട്ടിയെയും പ്രതിപക്ഷത്തെയും ഒരുമിച്ച് നയിക്കുന്നത് VD സതീശനാണ്. KPCC അധ്യക്ഷൻ K സുധാകരനാണെങ്കിലും സതീശനാണ് പാർട്ടിയിൽ ഇടപെട്ട് കാര്യങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ സതീശനെതിരെ പാർട്ടിക്കുള്ളിലും ശത്രുക്കളുണ്ട്. പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലെ നായകനാകണമെങ്കിൽ പാലക്കാട് മികച്ച ഭൂരിപക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിക്കേണ്ടതുണ്ട്. ചേലക്കരയിൽ നേരിയ മാർജിനിൽ UDF വിജയിച്ചാൽ പോലും അത് സതീശന് നേട്ടമായി മാറും. വൻ തോൽവി ആകരുത് എന്നത് മാത്രമാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. ചേലക്കരയിൽ അട്ടിമറി ജയവും പാലക്കാട് നല്ല ഭൂരിപക്ഷത്തിലുള്ള വിജയം ഉണ്ടായാൽ പാർട്ടിയിലെ എതിർ ശബ്ദങ്ങളെ നിശബ്ദരാക്കിക്കൊണ്ട് പ്രതിപക്ഷ നേതാവ് VD സതീശന് നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് ശക്തമായി മുന്നോട്ടു പോകാം. എന്നാൽ ചേലക്കരയിൽ തോൽക്കുകയും പാലക്കാട് നല്ല വിജയം നേടാനാകാതെ പോവുകയും ചെയ്താൽ VD സതീശന്റെ രാഷ്ട്രീയ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടും. പാർട്ടിക്കുള്ളിൽ ഇപ്പോൾ തന്നെ അതിശക്തമായ പടയൊരുക്കം സതീശനെതിരെയുണ്ട്. തോൽവി ഉണ്ടായാൽ മുന്നണിയിലും സതീശനെതിരെ ചോദ്യങ്ങൾ ഉയർന്നേക്കാം. പാലക്കാട് ഭൂരിപക്ഷം കുറഞ്ഞാൽ സന്ദീപ് വാര്യരെ കൊണ്ടുവരാനുള്ള തീരുമാനം തിരിച്ചടി എന്ന പഴിയും കേൾക്കേണ്ടി വന്നേക്കാം. ഇതിന് മുൻകൈ എടുത്തത് സതീശനായിരുന്നു. ഉപതെരഞ്ഞെടുപ്പിന് ശേഷം KPCC അധ്യക്ഷനെ മാറ്റാൻ ശ്രമിക്കുന്ന വിഭാഗത്തിന് ഇത് ആയുധമാകും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഫലമുണ്ടാക്കുക. K സുധാകരന്റെ നാവുപിഴകൾ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നുവെന്ന പൊതുവികാരവും ശക്തമാണ്. മറിച്ച് ഉജ്ജ്വല വിജയമാണെങ്കിൽ സുധാകരൻ തുടരും. എന്തായാലും എല്ലാ മുന്നണികളും വലിയ രീതിയിലുള്ള പ്രതീക്ഷകൾ തുടരുകയാണ്. അതേസമയം BJP വിചാരിക്കുന്ന രീതിയിൽ വിജയം കൈവരിക്കാൻ BJPക്ക് സാധിച്ചില്ലെങ്കിൽ അത് K സുരേന്ദ്രന്റെ അധ്യക്ഷ പദവിക്ക് തന്നെ വലിയ രീതിയിലുള്ള പ്രഹരമായി തീരും എന്ന രാഷ്ട്രീയ നിരീക്ഷണങ്ങളും ഈ ഘട്ടത്തിലുണ്ട്. എന്തായാലും മണിക്കൂറുകൾ മാത്രമാണ് കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലം കാണാനായി കാത്തിരിക്കേണ്ടത്.